നമസ്കാരം. ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അജിൽ കുമാർ, മുൻ സ്റ്റേറ്റ് GST അസിസ്റ്റൻറ്റ് കമ്മീഷണർ. ഇന്നത്തെ സെഷൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ GSTയുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ച 16ഓളം സർക്കുലറുകളിൽ 2 സർക്കുലറുകളുടെ വിശകലനമാണ്. ആദ്യമായി സർക്കുലർ 208/2024 നമുക്ക് പരിശോധിക്കാം. ഇത് 5/1/2024 പുറത്തിറങ്ങിയ GST നോട്ടിഫിക്കേഷൻ 4/2024 ഒരു ക്ലാരിഫിക്കേഷനാണ്. GSTയിലെ സെക്ഷൻ 148 പ്രകാരം GST സംവിധാനത്തെ സേഫ് ഗാർഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സർക്കാരിന് GST കൗൺസിലിൻ്റെ ശുപാർശയോടെ GST നിയമത്തിന് കീഴിൽ ചില പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ട ഒരു വിഭാഗത്തെ നോട്ടിഫൈ ചെയ്യാമെന്ന വ്യവസ്ഥയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നോട്ടിഫിക്കേഷൻ 4/2024 പ്രകാരം 24 ടൊബാക്കോ ബേസ്ഡായ, അതായത് പുകയില ബേസ്ഡായ പ്രോഡക്റ്റുകളുടെ മാനുഫാക്ചറിംഗ് പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ് 3 നടപടിക്രമങ്ങൾ പാലിക്കാനുണ്ടെന്ന് വ്യവസ്ഥ ചെയ്തത്. ഒന്നാമതായി, ഇത്തരത്തിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ടവർ അവരുടെ ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പാക്കിംഗ് മെഷീനുകളുടെ വിവരം GST ഫോം SRM-1 വഴി GST കോമൺ പോർട്ടലിലേക്ക് ഫർണിഷ് ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തു. രണ്ടാമതായി, ഇത്തരത്തിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ട ടാക്സ് പേയേഴ്സ് തൊട്ടടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പായി കോമൺ പോർട്ടലിലൂടെ ഫോം GST SMR-2 വഴി ഓരോ മാസത്തെയും ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തു. മൂന്നാമതായി, ഇത്തരത്തിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ട ടാക്സ് പേയേഴ്സ് അവരുടെ ഫോം GST SRM-1 ടേബിൾ 6 വഴി ഡിക്ലെയർ ചെയ്തിട്ടുള്ള മെഷീനുകളുടെ കപ്പാസിറ്റി സംബന്ധിച്ച് ഒരു ചാർട്ടേഡ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് ഫോം GST SRM-3 വഴി കോമൺ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും വ്യവസ്ഥ ചെയ്തു. ഇവയുമായി ബന്ധപ്പെട്ട ഫോമുകളും ഇത് പ്രകാരം ചെയ്യേണ്ട നടപടിക്രമങ്ങളും നോട്ടിഫിക്കേഷനിൽ പ്രതിപാദിച്ചിരുന്നു. ഇത്തരത്തിലുള്ള 3 സ്പെഷ്യൽ പ്രൊസീജിയറുകളുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത ചില സംശയങ്ങൾക്ക് നൽകുന്ന ക്ലാരിഫിക്കേഷനാണ് ഈ സർക്കുലർ. അപ്പോൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി ഉയർന്നു വന്ന സംശയം, നോട്ടിഫിക്കേഷൻ നിലവിൽ വന്ന സമയം നിലവിലുണ്ടായിരുന്ന പാക്കിംഗ് മെഷീനുകൾ വളരെ പഴയതും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുമായിരുന്നതിനാൽ GST SRM-1 നൽകുവാൻ അവയുടെ മോഡൽ നമ്പർ, മെഷീൻ നമ്പർ എന്നിവ ലഭ്യമല്ല എന്നതാണ്. ഈ സർക്കുലറിലെ ക്ലാരിഫിക്കേഷൻ പ്രകാരം ഫോം GST SRM-1 ടേബിൾ 6 മേക്ക്, മോഡൽ നമ്പർ എന്നീ എൻട്രികൾ ഓപ്ഷണലാണെന്നും എന്നിരുന്നാലും മെഷീൻ്റെ മേക്ക് അതിൽ ലഭ്യമല്ലെങ്കിൽ അത് വാങ്ങിച്ച വർഷം അതിന് പകരം ഡിക്ലെയർ ചെയ്താൽ മതിയെന്നും വ്യക്തമാക്കി. കൂടാതെ മെഷീൻ നമ്പർ എന്നത് ടേബിൾ 6 മാൻഡേറ്ററി ആണെന്നും ആയതിനാൽ മെഷീൻ നമ്പർ മെഷീന് പുറത്തോ അതുമായി ബന്ധപ്പെട്ട രേഖകളിലോ ലഭ്യമല്ലാത്ത പക്ഷം മാനുഫാക്ചറർക്ക് അതിന് പകരം ഏതെങ്കിലും ഒരു ന്യൂമറിക് നമ്പർ അസൈൻ ചെയ്ത് നൽകാമെന്നും ക്ലാരിഫൈ ചെയ്തു. രണ്ടാമതായി ക്ലാരിഫൈ ചെയ്യപ്പെടുന്നത്, ഒരു പാക്കിംഗ് മെഷീൻ്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ റേറ്റിംഗ് പ്രസ്തുത മെഷീൻ്റെ സ്പെസിഫിക്കേഷനിലോ രേഖകളിലോ സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ
ആയത് ഫോം GST-SRM 1ൻ്റെ ടേബിൾ 6ൽ എങ്ങനെ ഡിക്ലെയർ ചെയ്യുമെന്നതാണ്. ഒരു പാക്കിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി കൺസംഷൻ റേറ്റിംഗ് മെഷീനിൽ നിന്നോ അതിൻ്റെ ഡോക്യുമെൻറ്റുകളിൽ നിന്നോ ലഭ്യമല്ലെങ്കിൽ മാനുഫാക്ചറർ അത്തരം മെഷീൻ്റെ പ്രവർത്തനത്തിന് ഓരോ മണിക്കൂറിലും ഉപയോഗിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് ഒരു ചാർട്ടേഡ് എഞ്ചിനീയർ മുഖേന കണക്കാക്കി നോട്ടിഫിക്കേഷൻ 4/2024 പ്രതിപാദിച്ചിട്ടുള്ള ഫോം GST-SRM 3 ഫോർമാറ്റിൽ ചാർട്ടേഡ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഫോം GST-SRM 1 അപ്ലോഡ് ചെയ്യേണ്ടതാണെന്ന്, അതുപോലെ ഇത് ടേബിൾ 10 വഴിയായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ഒന്നിലധികം മെഷീനുകളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് ഒറ്റ PDF ഫയലായി വേണം അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. മൂന്നാമതായി ഉയർന്നു വന്ന സംശയം GST-SMR 2ൻ്റെ ടേബിൾ 9 കോളം 8 ഗുഡ്സിന് MRP ഇല്ലെങ്കിൽ വാല്യൂവിന് പകരം എന്ത് കാണിക്കണമെന്നതാണ്. എക്സ്പോർട്ടിന് വേണ്ടി തയ്യാറാക്കുന്ന ഗുഡ്സിലാണ് ഇത്തരത്തിൽ MRP വാല്യൂ കാണിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ MRP ഇല്ലാത്ത സാഹചര്യത്തിൽ സാധനം വിൽക്കുന്ന വില പ്രസ്തുത കോളത്തിൽ എൻ്റർ ചെയ്യാവുന്നതാണെന്ന് ഈ സർക്കുലർ ക്ലാരിഫൈ ചെയ്തു. നാലാമത്തെ ക്ലാരിഫിക്കേഷൻ, ഇലക്ട്രോണിക് കൺസംഷൻ റേറ്റിംഗ് ലഭ്യമല്ലാത്ത പാക്കിംഗ് മെഷീനുകളുടെ കൺസംഷൻ റേറ്റിംഗ് കണക്കാക്കി സർട്ടിഫൈ ചെയ്യുന്നതിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ചാർട്ടേഡ് എഞ്ചിനീയർമാരുടെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റിയും എന്തായിരിക്കണമെന്നതാണ്. ഇത്തരത്തിൽ സർട്ടിഫൈ ചെയ്യേണ്ട എഞ്ചിനീയർമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, അതായത് IEI നിന്നും പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ഒരു പ്രാക്ടീസിംഗ് ചാർട്ടേഡ് എഞ്ചിനീയർ ആയിരിക്കണമെന്ന് ഈ സർക്കുലർ വ്യക്തമാക്കി. അഞ്ചാമത്തെ സംശയം, നോട്ടിഫിക്കേഷൻ 4/2024 പ്രകാരമുള്ള സ്പെഷ്യൽ പ്രൊസീജിയർ സെസ് യൂണിറ്റുകളിൽ സ്ഥിതി ചെയ്യുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്ക് ബാധകമാണോ എന്നതായിരുന്നു. സെസ് യൂണിറ്റുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരം മാനുഫാക്ചറിംഗ് സ്ഥാപനങ്ങൾക്ക് ഈ സർക്കുലർ ബാധകമല്ലെന്ന് ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. ആറാമതായി ക്ലാരിഫിക്കേഷൻ ആവശ്യമായി വന്നത് നോട്ടിഫിക്കേഷൻ 4/2024 പ്രകാരമുള്ള ഈ സ്പെഷ്യൽ പ്രൊസീജിയർ ഇലക്ട്രോണിക്കായി പ്രവർത്തിക്കുന്ന ഹീറ്റ് സീലർ, സീമർ എന്നിവയ്ക്ക് ബാധകമാണോ എന്നതാണ്. ഈ സ്പെഷ്യൽ പ്രൊസീജിയർ മാനുവലായി പ്രവർത്തിക്കുന്ന പ്രസ്തുത സീലർ, സീമർ എന്നിവയ്ക്ക് ബാധകമല്ലെന്ന് ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. കൂടാതെ പുകയിലയുടെ പോസ്റ്റ് ഹാർവസ്റ്റ്, അതായത് വിളവെടുപ്പിന് ശേഷമുള്ള മാനുവൽ പാക്കിംഗ്, ഇത്തരത്തിലുള്ള മാനുവൽ പാക്കിങ്ങിന് ഈ സ്പെഷ്യൽ പ്രൊസീജിയർ ബാധകമല്ലെന്ന് ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. അടുത്തതായി ക്ലാരിഫൈ ചെയ്യപ്പെടേണ്ടത് മൾട്ടിപ്പിൾ മെഷീൻ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച ഒരു സംശയമാണ്. ഫില്ലിംഗ്, ക്യാപ്പിംഗ്, പാക്കിംഗ് എന്നിവയ്ക്ക് വ്യത്യസ്ത മെഷീനുകൾ ഉപയോഗിക്കുന്ന കേസുകളിൽ GST-SRM 1 ഡിക്ലെയർ ചെയ്യേണ്ടത് ഏത് മെഷീൻ്റെ സീരിയൽ നമ്പർ ആയിരിക്കണമെന്നതായിരുന്നു സംശയം. ഇതിൽ ഫില്ലിംഗ്, പാക്കറ്റിന് മേൽ സീൽ പതിപ്പിക്കൽ, ഫൈനൽ പാക്കിംഗ് എന്നിവയ്ക്ക് പ്രത്യേകം മെഷീനുകൾ ഉപയോഗിക്കുന്ന കേസുകളിൽ ഫൈനൽ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻ്റെ സീരിയൽ നമ്പർ ആയിരിക്കണം ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന് ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ക്ലാരിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ജോബ് വർക്കറോ ഒരു കോൺട്രാക്റ്റ് മാനുഫാക്ചററോ നോട്ടിഫിക്കേഷൻ 4/2024 പ്രകാരം നോട്ടിഫൈ ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ടൊബാക്കോ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രൊസീജിയർ പാലിക്കേണ്ടത് ആരാണെന്നതാണ്. ഒരു ജോബ് വർക്കർ ആയിരുന്നാലും
കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് ആയിരുന്നാലും ഈ ജോബ് വർക്കറോ കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളോ ആയിരിക്കണം നോട്ടിഫിക്കേഷൻ 4/2024 പ്രകാരമുള്ള സ്പെഷ്യൽ പ്രൊസീജിയർ പാലിക്കേണ്ടത് എന്ന് ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും ജോബ് വർക്കറോ കോൺട്രാക്റ്റ് മാനുഫാക്ചററോ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ, രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ ഈ ലയബിലിറ്റി, ഈ സ്പെഷ്യൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ലയബിലിറ്റി പ്രിൻസിപ്പൽ മാനുഫാക്ചറർക്കായിരിക്കുമെന്നും ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. ഇത്രയുമാണ് ഈ സർക്കുലർ 208/2024 പ്രകാരം നൽകിയിട്ടുള്ള ക്ലാരിഫിക്കേഷനുകൾ. അടുത്തതായി സർക്കുലർ 207/2024 നമുക്ക് പരിശോധിക്കാം. സർക്കാരിൻ്റെ നാഷണൽ ലിറ്റിഗേഷൻ പോളിസിയുടെ ഭാഗമായി സർക്കാർ ലിറ്റിഗേഷനുകൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് GSTയിൽ സർക്കാർ നൽകുന്ന അപ്പീലുകൾക്ക് മോണിറ്ററി ലിമിറ്റ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ഈ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഈ മോണിറ്ററി ലിമിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ ചെയ്യുന്ന അപ്പീലുകൾക്ക് മാത്രമായിരിക്കും ബാധകമാകുക. സെക്ഷൻ 120 പ്രകാരം കാലാകാലങ്ങളിൽ GST കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം സെൻട്രൽ ബോർഡിനും സംസ്ഥാനങ്ങൾക്കും ഉചിതമാണെന്ന് തോന്നിയാൽ അപ്പീലുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഉത്തരവിലൂടെയോ നിർദ്ദേശം വഴിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ് ഫയൽ ചെയ്യുന്ന അപ്പീലുകൾക്ക് മോണിറ്ററി ലിമിറ്റ് ഏർപ്പെടുത്താവുന്നതാണ്. ഈ അധികാരം ഉപയോഗിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ സർക്കുലർ പ്രകാരം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന് ഡിപ്പാർട്ട്മെൻറ്റോ ടാക്സ് പെയറോ ഫയൽ ചെയ്യുന്ന ഫസ്റ്റ് അപ്പീലിൻ്റെ വിധി തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ ട്രൈബ്യൂണൽ മുമ്പാകെ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യണമെങ്കിൽ അപ്പീലിന് പരിഗണിക്കുന്ന കേസിൽ തർക്ക വിഷയത്തിൽ 20 ലക്ഷത്തിൽ കുറയാത്ത ഡിമാൻഡ് ഉണ്ടായിരിക്കണം. ഇത് പ്രകാരം 18 ലക്ഷം ഡിമാൻഡുള്ള ഒരു കേസിൽ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡർ ഡിപ്പാർട്ട്മെൻറ്റിന് തൃപ്തികരമല്ലെങ്കിലും സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കുന്നതല്ല. അതുപോലെ ട്രൈബ്യൂണൽ മുമ്പാകെ ഫയൽ ചെയ്ത ഒരു സെക്കൻഡ് അപ്പീൽ വിധിക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റിന് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് ഈ കേസുമായി ബന്ധപ്പെട്ട തർക്ക വിഷയത്തിൽപ്പെട്ട ഡിമാൻഡ് 1 കോടിയിൽ കുറയാത്തതായിരിക്കണം. ഹൈക്കോടതി വിധിക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റിന് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് ഡിമാൻഡ് 2 കോടിയിൽ കുറയാത്തതായിരിക്കണം. ഇനി ഒരു കേസ് മോണിറ്ററി ലിമിറ്റിനുള്ളിൽ വരുന്നതിന് കണക്കാക്കുന്ന ഡിമാൻഡിൽ എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിക്കണമെന്ന് പരിശോധിക്കാം. ഒന്നാമതായി, തർക്ക വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എമൗണ്ട്, ടാക്സും അതുമായി ബന്ധപ്പെട്ട പെനാൽറ്റി, ഇൻട്രസ്റ്റ് എന്നിവയും ഉൾപ്പെടുന്നതാണെങ്കിൽ അപ്പീലിന് മോണിറ്ററി ലിമിറ്റ് കണക്കാക്കുമ്പോൾ തർക്ക വിഷയത്തിലുള്ള ടാക്സ് എമൗണ്ട് മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ. അതായത് CGST, SGST അഥവാ UTGST, IGST, കോമ്പൻസേഷൻ സെസ് എന്നിവ ഇതിലുൾപ്പെടും. തർക്ക വിഷയത്തിലുള്ളത് ഇൻട്രസ്റ്റ് മാത്രമാണെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള മോണിറ്ററി ലിമിറ്റ് കണക്കാക്കുന്നത് ഇൻട്രസ്റ്റ് തുകയുടെ മേൽ മാത്രമായിരിക്കും. ഇതുപോലെ തർക്ക വിഷയത്തിലുള്ളത് പെനാൽറ്റി മാത്രമാണെങ്കിൽ മോണിറ്ററി ലിമിറ്റ് കണക്കാക്കുന്നത് പെനാൽറ്റി തുകയുടെ മേലും, ലേറ്റ് ഫീ മാത്രമാണെങ്കിൽ ആയത് കണക്കാക്കുന്നത് ലേറ്റ് ഫീ തുകയുടെ മേലുമായിരിക്കും. എന്നാൽ തർക്ക വിഷയത്തിലിരിക്കുന്നത് ഇൻട്രസ്റ്റും പെനാൽറ്റിയും ലേറ്റ് ഫീയും ചേർന്ന തുകയുടെ മേലുള്ള ഡിമാൻഡുകളിൽ ആയിരിക്കുകയും ഇതോടൊപ്പം നികുതി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ എന്നിവയുടെ അഗ്രിഗേറ്റ് തുകയായിരിക്കും മോണിറ്ററി ലിമിറ്റ് കണക്കാക്കുന്നതിനായി പരിഗണിക്കുന്നത്. തർക്ക വിഷയം എറോണിയസ് ആയിട്ടുള്ള റീഫണ്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ റീഫണ്ടുമായി ബന്ധപ്പെട്ട നികുതി തുക, അതായത് CGST, SGST അഥവാ UTGST, IGST, കോമ്പൻസേഷൻ സെസ് എന്നിവയായിരിക്കും അപ്പീൽ ഫയൽ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള, മോണിറ്ററി ലിമിറ്റ് തീരുമാനിക്കുന്നതിനുള്ള
തുകയായി പരിഗണിക്കുന്നത്. മോണിറ്ററി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് തർക്കവിഷയത്തിലിരിക്കുന്ന നികുതി, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ എന്നിവയുടെ മേലായിരിക്കും. ഒന്നിലധികം അപ്പീലുകൾ ഒരുമിച്ച് ഡിസ്പോസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമ്പോസിറ്റ് ഓർഡറാണ് ലഭിക്കുന്നതെങ്കിൽ അത്തരം ഓർഡറിൽ മോണിറ്ററി ലിമിറ്റ് പരിശോധിക്കുമ്പോൾ ഓരോ കേസും പ്രത്യേകം എടുക്കേണ്ടതില്ല. മറിച്ച് ഓർഡറിൻ്റെ കീഴിൽ വരുന്ന തർക്കവിഷയത്തിൽ ഉൾപ്പെടുന്നത് നികുതി, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ എന്നിവയിൽ ഏതാണോ അവയുടെ തുകയായിരിക്കണം ഇതിനായി പരിഗണിക്കേണ്ടത്. ഉദാഹരണമായി 16 ലക്ഷം, 5 ലക്ഷം എന്നിവ വീതം തുക വരുന്ന തർക്കവിഷയത്തിലുള്ള 2 ഓർഡറുകൾ ഒരുമിച്ചാണ് ഡിസ്പോസ് ചെയ്യുന്നതെങ്കിൽ ആകെ തുക 21 ലക്ഷം വരുന്നതിനാൽ മോണിറ്ററി ലിമിറ്റായ 20 ലക്ഷം കടന്നിട്ടുള്ളതായി പരിഗണിച്ച് ട്രൈബ്യൂണൽ മുമ്പാകെ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യുവാൻ ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ഇത്തരത്തിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള മോണിറ്ററി ലിമിറ്റ് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ബാധകമല്ലാത്തതും അവിടെ മെറിറ്റ് നോക്കി അപ്പീൽ ഫയൽ ചെയ്യാവുന്നതുമാണ്. 1. GST നിയമത്തിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാരത്തിൽ കവിഞ്ഞതാണെന്ന് കാണപ്പെടുക. 2. GST ആക്ടിന് കീഴിൽ വരുന്ന ഏതെങ്കിലും റൂളുകളോ മറ്റു വ്യവസ്ഥകളോ GST ആക്ടിൻ്റെ അധികാരത്തിൽ കവിഞ്ഞതാണെന്ന് ബോധ്യപ്പെടുക. സർക്കാരോ ബോർഡോ പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും നോട്ടിഫിക്കേഷനോ നിർദ്ദേശങ്ങളോ സർക്കുലറുകളോ GST ആക്ടിൻ്റെയും റൂളിൻ്റെയും അധികാരത്തിൽ കവിഞ്ഞതാകുക. 4. GSTയുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്യപ്പെടേണ്ട അപ്പീലിലെ വിഷയം ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വാല്യുവേഷൻ, ക്ലാസിഫിക്കേഷൻ എന്നിവയുമായോ റീഫണ്ടുമായോ പ്ലേസ് ഓഫ് സപ്ലൈയുമായോ മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടോ ആവർത്തന സ്വഭാവമുള്ളതാവുകയും അതുമായി ബന്ധപ്പെട്ട് GST ആക്ടിലെയോ റൂളിലെയോ സർക്കുലറിലെയോ ഒരു ഓർഡറിലെയോ ഒരു ഇൻസ്ട്രക്ഷനിലെയോ ഏതെങ്കിലും പ്രൊവിഷൻ സംബന്ധിച്ച് ഇൻ്റർപ്രിട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലും മോണിറ്ററി ലിമിറ്റ് പരിഗണിക്കാതെ മെറിറ്റ് പ്രകാരം അപ്പീൽ ചെയ്യാവുന്നതാണ്. കൂടാതെ ഏതെങ്കിലും ഒരു അപ്പീൽ വിധിയിൽ അപ്പലേറ്റ് അതോറിറ്റി സർക്കാരിനോ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനോ എതിരെ ദോഷകരമായ പരാമർശം നടത്തുകയോ വ്യവഹാര ചെലവ് ഇവരുടെ മേൽ ചുമത്തുകയോ ചെയ്യുന്ന സാഹചര്യത്തിലും ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ബോർഡിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ തീരുമാനപ്രകാരം റവന്യൂ താൽപ്പര്യം പരിഗണിച്ചുകൊണ്ടും മോണിറ്ററി ലിമിറ്റ് നോക്കാതെ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ സർക്കുലർ പ്രകാരമുള്ള മോണിറ്ററി ലിമിറ്റിന് മുകളിൽ വരുന്ന എല്ലാ കേസുകളിലും അപ്പീൽ ഫയൽ ചെയ്യണമെന്നില്ല. മറിച്ച് മോണിറ്ററി ലിമിറ്റിന് മുകളിൽ വരുന്ന കേസുകളിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. ഓർമ്മിക്കുക, ഈ സർക്കുലറിൻ്റെ ലക്ഷ്യം തന്നെ അനാവശ്യ ലിറ്റിഗേഷൻ ഒഴിവാക്കുക എന്നതാണ്. കൂടാതെ ഇത്തരത്തിൽ മോണിറ്ററി ലിമിറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഡിപ്പാർട്ട്മെൻറ്റ് അപ്പീൽ ഫയൽ ചെയ്യാത്ത സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള ഉത്തരവിലെ തീരുമാനം ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചുവെന്ന ധാരണ ഉണ്ടാകരുതെന്നും തുടർന്നു വരുന്ന കേസുകളിൽ ഇത്തരത്തിൽ അപ്പീൽ ഫയൽ ചെയ്യാതിരിക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു ടാക്സ് പെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വിഷയം നേരത്തെ അംഗീകരിച്ചതുകൊണ്ടാണ് അന്ന് ഉയർന്ന അതോറിറ്റിക്ക് മുമ്പിൽ അപ്പീൽ ഫയൽ ചെയ്യാത്തതെന്ന വാദം ഉന്നയിച്ചാൽ ആയതിനെ വേണ്ട രീതിയിൽ കൗണ്ടർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 120 പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ ഈ സർക്കുലറിലെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒരു അപ്പീൽ ഫയൽ ചെയ്യാതിരിക്കുന്നതിന് യാതൊരുവിധ പ്രീസിഡൻ്റ് വാല്യൂസും ഉണ്ടായിരിക്കുന്നതല്ല. അതായത് മുൻകാല പ്രസക്തി ഉണ്ടായിരിക്കുന്നതല്ല.
ഇത്തരം കേസുകളിൽ റിവ്യൂ അധികാരി ഈ കേസിലെ തീരുമാനം സ്വീകാര്യമല്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തുക സർക്കാർ തീരുമാനിച്ച മോണിറ്ററി ലിമിറ്റിന് താഴെ ആയതിനാൽ അപ്പീൽ ഫയൽ ചെയ്യുന്നില്ല എന്ന ക്ലോസ് രേഖപ്പെടുത്തണമെന്നും ഈ സർക്കുലർ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുവാനുള്ളത്. ഈ 2 സർക്കുലറുകളെയും സംബന്ധിച്ച വിശദീകരണം നിങ്ങൾക്ക് ഗുണകരമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും ഉപകാരപ്രദമായ ഇത്തരം വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.